ഹലോ. അപ്പോൾ നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. ഇതിപ്പോൾ ഇനി അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ വരാൻ പോകുന്ന വാക്കിൻ ഇൻ്റർവ്യൂകളാണ്. അത് രണ്ടും നല്ല കമ്പനികളാണ്. ഓക്കെ. അപ്പോൾ ഞാനത് കാര്യത്തിലേക്ക് കിടക്കാം. അത് വന്നിട്ട് ഞാൻ ഇതിൻ്റെ ലിങ്കെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ ഈസിയാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയുള്ള ഒരു ഇതാണ്. അതിൽ വേറെയും ജോബ് ഓപ്പർച്യൂണിറ്റി കാണാൻ അത് നിങ്ങൾ സൗകര്യം പോലെ നോക്കിക്കോ. പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്ന മെയിനായിട്ടുള്ളത് ഒന്ന് വന്നിട്ട് ഇതാണ് കല്യാൺ ജ്വല്ലേഴ്സ്. ഓക്കെ. കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഇത് വന്നിട്ട് ഞാനിതിവിടെ റീഡ് മോറിൽ അമർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പേജിലേക്ക് വരും. ഈ പേജിൽ അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് ഫസ്റ്റ് വന്നിട്ട് കല്യാൺ ജ്വല്ലേഴ്സ് എന്താണെന്നുള്ളതാണ്. ഓക്കെ. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ. അത് നിങ്ങൾ നോക്കിക്കോളീൻ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഇപ്പം നടക്കാൻ പോണ ഇൻ്റർവ്യൂ എന്താണെന്നുള്ളതാണ്. അത് കല്യാൺ ജ്വല്ലേഴ്സിലാണ്. ഇത് വന്ന് ജോബ് ടൈറ്റിൽ മൾട്ടിപ്പിൾ ജോബ് വേക്കൻസീസ് ആണ്. അതായത് ഡിഫറെൻറ്റ് പൊസിഷനിലേക്കുണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷൻ സെയിം. അതായത് ഇത് വാക്കിൻ ഇൻ്റർവ്യൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ജോബ് ടൈറ്റിൽ മൾട്ടിപ്പിൾ ജോബ് പൊസിഷനിലേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ. അതിപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടും മറ്റുള്ളതിനനുസരിച്ചിട്ടും അവർ എടുക്കുന്നതാണ് അവർ പറയുന്നത്. ഓക്കെ. പിന്നെ എക്സ്പീരിയൻസ് ഫ്രഷേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ്. ഓക്കെ. ക്വാളിഫിക്കേഷൻ അവർ പറഞ്ഞിരിക്കുന്നത് 12th ITI ഡിപ്ലോമ. അപ്പോൾ ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഏജ് ഞാൻ ആ അഡ്വർടൈസ്മെൻറ്റ് നോക്കുന്ന സമയത്ത് അതിൽ ഒരു ഏജ് ബാറും കൊടുത്തിട്ടില്ല. പിന്നെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്രോസ് ഇന്ത്യ ആയിരിക്കും ഇതുണ്ടാവുക, അപ്പോയിൻമെൻറ്റ് ഉണ്ടാവുക സെലക്ട് ചെയ്ത ആൾക്കാർക്ക്. പിന്നെ മെയിനായിട്ട് ഇത് വാക്കിൻ ഇൻ്റർവ്യൂ ആണ്. അതായത് March 21 രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് അവർ ടൈം അതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കല്യാൺ ജ്വല്ലേഴ്സ് കോർപ്പറേറ്റ് ഓഫീസ് TC 32/204-2 സീതാറാം മിൽ റോഡ്, പൊൻകുന്നം, തൃശ്ശൂർ. ഓക്കെ. പിൻകോഡ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫോൺ നമ്പർ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോൺ നമ്പർ കൊടുത്ത സ്ഥിതിക്ക് നിങ്ങൾ ഒന്ന് വിളിച്ച് എല്ലാ അപ്പോയിൻമെൻറ്റും എടുക്കാൻ പറ്റുമോ നോക്കി വെക്കൂ. ഓക്കെ. ഇത് വന്നിട്ട് അവർ ഇതാണ് എടുക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞത്. പിന്നെ അതിൻ്റെ ഒറിജിനൽ അഡ്വർടൈസ്മെൻറ്റ് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഇത് വലിയൊരു ഒരു എക്സ്പാൻഷൻ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണിത്. കിട്ടിക്കഴിഞ്ഞാൽ നല്ല കമ്പനിയാണ്. ഇത് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. അപ്പോൾ കുറച്ച് സാലറി കാര്യങ്ങളൊക്കെ അവർക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ അത് കാര്യം നടക്കുള്ളൂ. അല്ലാണ്ട് ജസ്റ്റ് ലൈക്ക് ദാറ്റ് നടക്കില്ല. ഓക്കെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊന്ന് പറയാനുള്ളത് രണ്ടാമത്തേത്. അപ്പോൾ ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഇത് പറ്റിയിട്ട് പറയാന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ അതിൽ അട്രാക്ഷനായിട്ട് കണ്ട 12th ITI ഡിപ്ലോമ. അപ്പോൾ നോർമൽ ഡിഗ്രിക്കാർക്കും ബിടെക്കാർക്കും ഒക്കെ അപ്ലൈ പോകാവുന്നേ ഉള്ളൂ. പിന്നെ ഏജ് വന്നിട്ട് നോ ഏജ് ബാർ ലിമിറ്റ് 18. ഈ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക്, അത് 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇതിലേക്ക് ചെല്ലാവുന്നതാണ്. പക്ഷേ ഇതിൽ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫോൺ ചെയ്തിട്ടൊക്കെ പോകുമായിരിക്കും നല്ലത്. കാരണം ഇത് ഒരുപാട് തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വല്ല ടൈം സ്ലോട്ടൊക്കെ തരികയാണെങ്കിൽ അതായിരിക്കുമല്ലോ നല്ല. അവിടെ പോയി കാത്ത് കെട്ടിക്കിടന്ന് അവർക്കും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അതിൻ്റെ ആവശ്യം വരില്ല. ഓക്കെ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പേജിലേക്കൊക്കെ വരും. വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ തന്നെ ഈ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് നാപ്സ് അപ്രന്റീസ്ഷിപ്പ് ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിങ് കമ്പനി മോണ്ട്ര ഇലക്ട്രിക്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ. മോണ്ട്ര ഇലക്ട്രിക്കിലേക്കാണ്. പക്ഷേ ഇത് എടുക്കുന്നത് നാപ്സ് അപ്രന്റീസ്ഷിപ്പ് പ്രകാരമാണ്. അതൊരു ഇതാണ് ഞാൻ ഇതിൽ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടോളൂ നിങ്ങൾ. ഓക്കെ. ഇത് റീഡ് മോറിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫുള്ളി മോണ്ട്ര ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഏതാ കമ്പനി? അത് മുരുകപ്പ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള മുരുകപ്പയുടെ കീഴിൻ്റെ ഉള്ളിലാണ് ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു കമ്പനി ഉണ്ട്. അവരാണ് കുറേ ഈ സ്റ്റീൽ പ്രൊഡക്റ്റ്, നമ്മുടെ ഓട്ടോമൊബൈലിൻ്റെ മറ്റേ 2 വീലറിൻ്റെയും മറ്റേ ഈ ചെയിനുകൾ, അങ്ങനെ കുറേ പ്രൊഡക്റ്റ് അവർക്കുണ്ട്. വലിയ കമ്പനിയാണ് ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ ലിമിറ്റഡ്. അത് മുരുകപ്പ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ളതാണ്. അവരുടെ കീഴിൽ തന്നെയാണ് ഈ മോണ്ട്ര ഇലക്ട്രിക്. അവരാണ് ഇപ്പോൾ ഒരു ഒരു ഇലക്ട്രിക് ഓട്ടോ ഒക്കെ മാനുഫാക്ചർ ചെയ്ത് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷേ ഇതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയാതെ ഇതും അതെ. ഇത് കമ്പനിയുടെ പേര് TI ക്ലീൻ മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്. ഇലക്ട്രിക് വെഹിക്കിൾ 3 വീലർ സെഗ്മെൻറ്റ് അവിടേക്കാണിത്. ഇൻ ചെന്നൈ സയറിംഗ് ITI ഡിപ്ലോമ ആൻഡ് BTech BE ഫ്രഷേഴ്സ് 2025 പാസ് ഔട്ട് ഇൻ ആൾ സ്ട്രീംസ് എക്സെപ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സിവിൽ. അതായത് കമ്പ്യൂട്ടർ സയൻസും സിവിലും പഠിച്ചവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യേണ്ട, അല്ലാത്തവർക്കൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാം. BE BTech ITI ഡിപ്ലോമ ചെന്നൈയിലാണ് ഇതിൻ്റെ ഇത് വരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ അടുത്തത് പറയാനുള്ളത് ഇത് നാപ്സ് ട്രെയിനിയാണ്. ഓക്കെ. ഇത് വന്നിട്ടൊരു പെർമനൻറ്റ് ജോബല്ല, 1 ഇയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നൊരു ഗുണം എന്താ വെച്ചാൽ ഇത് നല്ലൊരു ഫാക്ടറിയിൽ നിങ്ങൾക്ക് 1 ഇയർ ഇത് കിട്ടുകയാണ്. എന്താ പറയുക, ഒരു എക്സ്പോസർ നല്ലൊരു കമ്പനിയിലേക്ക്. അപ്പോൾ 1 ഇയർ എടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് കഴിഞ്ഞാൽ ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. പിന്നെ അവർ തന്നെ ചിലപ്പോൾ അബ്സോർബ് ചെയ്ത് വിടാന്നില്ല. ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടെസ്ല ഇവിടെ ഇന്ത്യയിൽ വരുന്നുണ്ട്. അങ്ങനെ വേറെയും കുറേ കമ്പനികൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ
എൻ്റെ കമ്പനിയുടെ പേര് വായിൽ വരുന്നില്ല. ഓക്കെ, ഒരു കമ്പനി ഉണ്ട്, അത് ആ കമ്പനി ഇപ്പോൾ ഇവിടെ ചെന്നൈയിൽ പ്ലാന്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഷുവർ ഇതിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ആ മറ്റേ ഫാക്ടറികളിൽ പ്രയോറിറ്റി കിട്ടുമല്ലോ. ജസ്റ്റ് പഠിച്ചിറങ്ങിയവരും 1 ഇയർ ഈ ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിങ്ങിൽ പണിയെടുത്ത ആൾക്കാർക്കും തമ്മിൽ വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ചെന്നൈയിൽ ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. ആൾറെഡി പ്രൊഡക്ഷൻ തുടങ്ങാൻ പോവുകയാണ്. പിന്നെയും വേറെ ഏതൊക്കെ കമ്പനിയുണ്ട്, ടെസ്ല വരുന്നുണ്ട് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ കോമ്പണൻസ് മാനുഫാക്ചർ ചെയ്യുന്ന കുറേ കമ്പനികൾ ചെന്നൈ, ഗുജറാത്ത് ആ സൈഡിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഇതിൽ കയറി കൂടിയിട്ട് 1 ഇയർ ഇതിൽ അപ്രന്റീസ്ഷിപ്പ് കിട്ടി കഴിഞ്ഞാൽ വേറെ നല്ല കമ്പനിയിലേക്കും പുറത്തേക്കും പോകാനും നല്ലൊരു ഇതാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് വാക്കിൻ ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, ഈ വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് എവിടെയാണ്? അതായത് ITIക്കാരാണെങ്കിൽ 19/3/2025 ബുധനാഴ്ച, അതായത് ഇനി 2-3 ദിവസത്തിനുള്ളിൽ പോകണം. അത് ITIക്കാർക്ക് 19/3 മാത്രം. ഡിപ്ലോമക്കാരാണെങ്കിൽ 20/3/2025 തേഴ്സ്ഡേ. BE BTech ആണെങ്കിൽ 21 മാർച്ച് 2025 ഫ്രൈഡേ. ഇത് വെന്യൂ വന്നിട്ട് ഈ ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കളമശ്ശേരി. ഓക്കെ, അതിൻ്റെ ഇതൊക്കെ അടിച്ച് കഴിഞ്ഞ് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. ഇത് അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് വന്നിട്ട് റിട്ടൺ ടെസ്റ്റ് ഉണ്ട്, ടെക്നിക്കൽ, ഗ്രൂപ്പ് ആക്ടിവിറ്റി ആൻഡ് ഫേസ് ടു ഫേസ് ഇവാലുവേഷൻ. ഓക്കെ, കോൺടാക്ട് ഇതെല്ലാം അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് തന്നെ കിട്ടുന്ന പരിപാടി. കാരണം ഇവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട്, അതങ്ങനെ വെച്ച് നീട്ടി പിന്നെ 1 മാസം കഴിഞ്ഞിട്ടൊക്കെ ആൾക്ക് ലെറ്റർ അയക്കുക, ഇമെയിൽ അയക്കുക, വിളിക്കാവുന്നതായിരിക്കില്ല. അവിടെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തന്നെ കിട്ടുന്ന പരിപാടിയായിരിക്കും ഇതൊക്കെ. എന്നാലേ നടക്കുള്ളൂ. ഇവർക്ക് അത്രയും ബൾക്കായിട്ട് വേണം. ഓക്കെ, ഇതിനൊരു ഫോൺ നമ്പറും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് പറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു നാപ്സ് എന്നുള്ളൊരു കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതെന്താണ്, നാപ്സ് എന്താണെന്നുള്ളത് നോക്കുന്ന സമയത്ത്, നാപ്സ് പറഞ്ഞാൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ, ഇതവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് വന്നിട്ട് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം is a Government of India initiative aimed at promoting apprenticeship training in industries. It was launched in 2016 to encourage employers to engage apprentices and പ്രൊവൈഡ് ദം വിത്ത് സ്കിൽ ട്രെയിനിങ്. ഇതൊന്നുമല്ല സംഭവം എന്താ വെച്ചാൽ, ഇതുപോലെ ഓരോ കമ്പനികളെ കൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ കാശ് കൊടുക്കുന്നുണ്ട്. ഒരു പോർഷൻ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു പോർഷൻ കൊടുക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഇങ്ങനെ ഈ അപ്രന്റീസ്ഷിപ്പ് എടുക്കുമ്പോൾ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഇതേപോലെ സ്കില്ലുള്ള കുറേ ജോലിക്കാരുണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ അത് വെച്ചിട്ടാണ് പിന്നെ കൂടുതൽ മാനുഫാക്ചറിങ് കമ്പനി ഇന്ത്യയിലേക്ക് വരിക. ഓക്കെ, ഇപ്പോൾ നമുക്കതില്ലാത്ത സ്കില്ലുള്ള ആൾക്കാരില്ല. ഇപ്പോൾ ജസ്റ്റ് ITI ഡിപ്ലോമ പഠിച്ചുകൊണ്ട് പോരല്ലോ. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ കമ്പനിയിൽ നിങ്ങൾ റിയലി റോബോട്ടൊക്കെ ഉള്ള കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് ആണത്. ഈവൻ ഫോറിനിലേക്ക് പോകാനും ഇന്ത്യയിൽ തന്നെ നല്ല കമ്പനിയിലേക്ക് മാറാനും ഒക്കെ നല്ല എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ 1 ഇയർ അല്ലേ എന്ന് വിചാരിച്ച് പോവാതിരിക്കരുത്. ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ 100% പോവുക. ആ സർട്ടിഫിക്കറ്റ് മേടിക്കുക. ഉടനെ ആ 1 ഇയർ തീരാറാകുമ്പോൾ ചിലപ്പോൾ അവർ തന്നെ എടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, അവിടുന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും അവിടെ തന്നെ അവിടുന്ന് ഈ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞിറങ്ങുന്നവർക്ക് എല്ലാവർക്കും ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കമ്മിയാണ്. അത്രയും ആൾക്കാരെ അവർക്ക് വേണ്ടിയില്ല. പക്ഷേ ഇതറിഞ്ഞിട്ട് വേറെ ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിങ് കമ്പനി ഇത് പഠിച്ചിറങ്ങിയ ആൾക്കാരെ എടുക്കാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. അതെല്ലാം ഞാൻ ഊഹിച്ച് പറയുന്നതാണ്. ഞാൻ ജസ്റ്റ് നെറ്റൊക്കെ തപ്പിയപ്പോൾ എനിക്കതാ മനസ്സിലായത്. ഓക്കെ, അപ്പോൾ നോക്കി ഇത് മിസ്സാക്കാതെ ഈ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ ഇത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് മറ്റേ ഈ വീഡിയോ ഇതേപോലെ ദിവസം 1, 2, 3 ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലും വേറെ ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നല്ലേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പറയും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ഓക്കെ, ഇത് കേട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ അച്ഛനോ അമ്മയോ ആരാ കേൾക്കണ ചിലപ്പോൾ അവർക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ല നമ്മൾ അപ്പുറത്തെ കുട്ടിയില്ലെങ്കിൽ വേറെ നമ്മൾ കൂടുതൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കേൾക്കാം, അയ്യോ ഇങ്ങനെ കുട്ടിയുണ്ടല്ലോ, ITI കഴിഞ്ഞാൽ ഡിപ്ലോമ കഴിഞ്ഞാൽ ഒന്നുമില്ല. അവരെയൊക്കെ ഇതിന് പുഷ് ചെയ്ത് വിട്ട് ഇതിൽ കയറി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക് യു.